ഹലോ. ഏകദേശം ഒരാഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 30-ന് ഓർഡിനറി പോലുള്ള സിനിമകളുടെ തിരക്കഥാകൃത്തായ നിഷാദ് കോയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന്റെ പിറ്റേന്ന് മെയ് 1-ന് റിലീസാകാൻ പോകുന്ന ഒരു സിനിമയുടെ കഥയായിരുന്നു. കഥ വേറൊന്നുമല്ല, സംഘപരിവാർ പ്രവർത്തകനായ ഒരു വ്യക്തി, അയാൾ നാട്ടിൽ തരികിടയും കാണിച്ച് രാഷ്ട്രീയവും കളിച്ച് നടക്കുന്നു. ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം അയാൾക്ക് നാട് വിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു. അയാൾക്ക് പാകിസ്ഥാനികളെയും പാകിസ്ഥാനിയും വെറുപ്പാണ്, ദേഷ്യമാണ്, ശത്രുതയാണ്. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് വിദേശത്ത് ചെന്നിട്ട് ഒരു പാകിസ്ഥാനിയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് അവർ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അവിടെ വെച്ച് ഒരു ആടുജീവിതം പോലെ ഒരു സർവൈവൽ ഇവർക്ക് നടത്തേണ്ടി വരുന്നു. അതിനിടെ ആ പാകിസ്ഥാനി കൊല്ലപ്പെടുന്നു. ഈ ജീവിത സാഹചര്യത്തിൽ അയാൾ പാകിസ്ഥാനികൾ എല്ലാവരും ചീത്തവരല്ലെന്നും നന്മയുള്ളവർ ഉണ്ടെന്നും ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നു. ഈ സിനിമയുടെ ആദ്യ പകുതി പൊളിറ്റിക്കൽ സറ്റയർ ആണെങ്കിൽ രണ്ടാം പകുതി സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ ഇതാണ് പശ്ചാത്തലം. ഈ പറഞ്ഞ കഥ മെയ് 1-ന് റിലീസായ മലയാളി ഫ്രം ഇന്ത്യയുടേതാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അല്പനേരത്തിന് ശേഷം നിഷാദ് കോയയ്ക്ക് അത് റിമൂവ് ചെയ്യേണ്ടി വന്നു. പിറ്റേന്ന് റിലീസാവാൻ പോകുന്ന ഒരു സിനിമയെ തകർക്കാനുള്ള ഗൂഢ ലക്ഷ്യം എന്നാണ് ആരോപണം വന്നത്. എന്തായാലും അതിനുശേഷം കുറേയേറെ വിവാദങ്ങളിലൂടെ ചുറ്റിത്തിരിയുകയാണ് ഡിജോ ജോസ് ആന്റണിയുടെ മൂന്നാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ. വിവാദങ്ങൾ വേറൊന്നുമല്ല, ഇതിന്റെ കഥ കോപ്പി അടിച്ചതാണ് എന്നതാണ് പ്രശ്നം. ഈ കഥ 2021-ൽ നിഷാദ് കോയ ഇൻഡോ പാക് എന്ന പേരിൽ എഴുതി ജയസൂര്യ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ്. ചില കാരണങ്ങൾ കൊണ്ട് ആ സിനിമ ഡ്രോപ്പായി. ഈ സിനിമ ഡ്രോപ്പ് ആവാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും വേണമെന്നില്ല. ചിലപ്പോൾ നടൻ അതിനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാം, സംവിധായകൻ മറ്റു തിരക്കിലാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ സിനിമ ഡ്രോപ്പ് ആവും. ഇതിന്റെ പുറകെ കുറെ നാൾ നടന്നുകൊണ്ട് എനിക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. എന്തെങ്കിലും കാരണം മതി, നമ്മളുടെ ഭാഗ്യക്കേടിന് എന്തെങ്കിലും കടന്നു വരാം, സിനിമ ഡ്രോപ്പ് ആവും. അതിനുശേഷം അത് നടക്കാം, നടക്കാതിരിക്കാം, ഒരു തീർച്ചയുമില്ല. അപ്പോൾ അങ്ങനെ ഡ്രോപ്പായ സിനിമ. അതിനുശേഷം ജയസൂര്യ ഇതേ കഥ ഡിജോ ജോസ് ആന്റണിയോട് പറഞ്ഞു. ഡിജോ ജോസ് ആന്റണിക്ക് ഇഷ്ടമായി എന്ന് തോന്നിയുകൊണ്ട് ജയസൂര്യ ഇതേ കാര്യം നിഷാദിനോട് പറഞ്ഞു, നിഷാദ് കോയോട് പറഞ്ഞു, ഡിജോയോട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ, സംസാരിക്കൂ, നമുക്കത് പ്രൊജക്റ്റ് ആക്കാൻ ശ്രമം നടത്താം. നിഷാദ് കോയ സംസാരിച്ചപ്പോൾ ഡിജോയ്ക്ക് താല്പര്യമൊന്നുമില്ല. ഡിജോ പറഞ്ഞു, നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അതേ കഥയെടുത്ത് ഷാരിസ് മുഹമ്മദുമായിട്ട് ചേർന്ന് നിവിൻ പോളിയെ വെച്ച് സിനിമയായിട്ട് ഇറക്കി. ഇതിനിടെ നിഷാദ് കോയ പൃഥ്വിരാജിനോട് ഈ കഥ പറയാൻ ചെന്നു സലാറിന്റെ സമയത്ത്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു, ഇതേ കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ നിവിൻ പോളി ഡിജോയുമായിട്ട് ചെയ്യുന്ന സിനിമയുടെ സ്റ്റോറി ലൈൻ ഇതാണ്. ഈയിടെയായിട്ടെന്നല്ല, വിമാനത്തിന് ശേഷം പൃഥ്വിരാജ് സ്റ്റോറി സെലക്ഷന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വിമാനം ഇറങ്ങിയ സമയത്താണ് എബി എന്ന മറ്റൊരു സിനിമ വന്നത്. അതിന്റെ രണ്ടിന്റെയും തീം സെയിം ആയിരുന്നു. ഒരാളുടെ റിയൽ ലൈഫ് ഒരു ബയോപിക് ആയിരുന്നല്ലോ അത്. അപ്പോൾ അതിന് കുറേയേറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ആ കോൺട്രവേഴ്സീസ് വിമാനം എന്ന സിനിമയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു. അതിനുശേഷം പൃഥ്വിരാജ് കുറച്ചുകൂടെ കോഷ്യസ് ആണ്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ് നിഷാദ് കോയ അറിയുന്നത് ഇതേ കഥ വെച്ചാണ് ഇവർ സിനിമ ഇറക്കുന്നതെന്ന്. അതേസമയം നിങ്ങളൊന്ന് നോക്കൂ ഇതിന്റെ ടീസർ വന്നത് എങ്ങനെയാണെന്ന്. ആ ടീസർ വന്നതിൽ, അല്ലെങ്കിൽ ട്രെയിലർ വന്നതിൽ, ഇനീഷ്യൽ ട്രെയിലറും ടീസറും മറ്റും വന്നതിൽ, അതിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊന്നും ഇതിന്റെ കഥയുടെ ഒരു രൂപവും വെളിപ്പെടാത്ത രീതിയിലായിരുന്നു. സിനിമയുടെ റിലീസിന്റെ തലേന്നോ അന്നോ മറ്റോ ആണ് ഒരു ഫൈനൽ ടീസർ വന്നത്, ഫൈനൽ ട്രെയിലർ വന്നത്. അതിലാണ് നമുക്ക് കഥ ഏത് തലത്തിലേക്കാണ് പോകുന്നതെന്നും മനസ്സിലാകുന്നത്. അതായത് ഡിജോ ജോസ് ആന്റണിക്കും അറിയാമായിരുന്നു ഈ സിനിമ താൻ കോപ്പി അടിച്ചാണ്. ഈ സിനിമയുടെ യഥാർത്ഥ കഥ മറ്റുള്ളവർ അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിഷാദ് കോയ അറിഞ്ഞാൽ ആദ്യമേ പ്രശ്നമുണ്ടാകുമെന്ന്. അപ്പോൾ കോമഡി ഇതൊന്നുമല്ല. കോമഡി ഈ ലിസ്റ്റിൻ സ്റ്റീഫനും ഡിജോ ജോസ് ആന്റണിയും ഒക്കെ ഇന്റർവ്യൂവിൽ നിന്ന് പറയുകയാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അസോസിയേഷനെ സമീപിച്ചുകൂടായിരുന്നോ, അതല്ലെങ്കിൽ ഫെഫ്കയോട് കംപ്ലൈന്റ് ചെയ്തുകൂടായിരുന്നോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഫെഫ്ക ഉണ്ട്, അവരോടൊക്കെ കംപ്ലൈന്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിഷാദ് കോയക്ക് എന്റെ കോണ്ടാക്ട് ഉണ്ട്, എൻ്റെ അടുത്ത് കോണ്ടാക്ട് ഉണ്ട്, എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് പറയാമെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം വേറൊന്നുമല്ല, ഈ പ്ലെജറൈസ്ഡ് ആയ കഥയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ, അതിന് മുമ്പ് തന്നെ ഈ മലയാളി ഫ്രം ഇന്ത്യക്ക് നെഗറ്റീവ് റിവ്യൂസ്, അതല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരുന്നത്. മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു ആദ്യം മുതൽ തന്നെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്.
അതോടൊപ്പം ഈ കോപ്പിയുടെ ഇഷ്യൂ കൂടെ വന്നപ്പോൾ പലരും പിൻവലിഞ്ഞു. പ്രേക്ഷകർക്കും കാണാൻ വലിയ താല്പര്യം ഇല്ല എന്ന മട്ടിലായി. അതോടൊപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതിന്റെ മാർക്കറ്റിംഗും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് അവർ നടത്തുന്നില്ല. എന്തായാലും അത് ലിസ്റ്റിന് കുറവല്ലാത്ത നഷ്ടം വരുന്നുണ്ടാവാം. എന്തായാലും അയാൾ ദേഷ്യത്തിലായി. അയാൾ പറയുന്നത് എന്നെ വിളിച്ച് സംസാരിക്കാമായിരുന്നല്ലോ. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനോടും ഡിജോയോടും ഒക്കെ ചോദിക്കാനുള്ള ചോദ്യം, ഷാരിസ് മുഹമ്മദിനടക്കം നിങ്ങൾ 3 പേരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്കറിയില്ലായിരുന്നോ ഇത് കോപ്പി അടിച്ചതാണെന്ന്? ലിസ്റ്റിൻ പോട്ടെ, ലിസ്റ്റിൻ അറിയില്ലായിരിക്കും, പക്ഷെ ഡിജോയ്ക്കും ഷാരിസിനും തീർച്ചയായിട്ടും അറിയുമായിരിക്കും ഇത് നിഷാദിന്റെ കോപ്പി അടിച്ചതാണെന്ന്. നിഷാദിന്റെ കഥ, തിരക്കഥ കോപ്പി അടിച്ച് നിങ്ങൾ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നിരിക്കണമല്ലോ. നിർമ്മാതാവിന് ഈ കഥയുടെ സോഴ്സ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ കോപ്പി ചെയ്തവന് കൃത്യമായിട്ട് അറിയാം താൻ എവിടെ നിന്നാണ് കോപ്പി ചെയ്തതെന്ന്. അപ്പോൾ ഡിജോ, ഷാരിസ്, നിങ്ങൾക്ക് ഒരല്പമെങ്കിലും മനസാക്ഷി ഇല്ലായിരുന്നോ? ഇത് നിവിൻ പോളിയോട് പറഞ്ഞപ്പോൾ, ഈ കഥ നിവിൻ പോളിയോട് പറഞ്ഞപ്പോഴും ഇവർ പറഞ്ഞിരിക്കുക മിക്കവാറും ഇത് നടന്നൊരു സംഭവമാണ്, എൻ്റെ സുഹൃത്തിന് സംഭവിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾക്ക് സംഭവിച്ചാണ്. ഇങ്ങനെയാണ് സാധാരണ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയും, എങ്കിലേ ആ കേൾക്കുന്ന ആർട്ടിസ്റ്റിന് ഒരു ഇൻട്രസ്റ്റ് വരൂ. ഇത് റിയലി നടന്ന സംഭവമാണ് എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആർട്ടിസ്റ്റിന് തോന്നും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആയിരിക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കഥ പറയുന്ന ആൾക്കാരും ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ഡയറക്ടറിനോടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോടോ കഥ പറയുന്നതിന് മുമ്പ് പറയും ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സോയ്ക്ക് സംഭവിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് കഥയിലേക്ക് കടക്കുന്നത്. അതായത് ആ കഥ കേൾക്കുന്നയാളെ പ്രിപ്പയർ ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്, ഇതിനകത്ത് സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡിജോ ജോസ് ആന്റണി, ഷാരിസ് മുഹമ്മദ് അവർ പറയുന്നത് ഫെഫ്കയോട് പറയാമായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് പറയാമായിരുന്നു, മിസ്റ്റർ എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ കള്ളനല്ല തീരുമാനിക്കുന്നത് ഞാൻ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യണം, എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യണം, എപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. ഇത് എൻ്റെ തീരുമാനമാണ്, ഞാൻ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. ഇവർ പറയുന്നത് നിഷാദ് കോയ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇടരുതായിരുന്നു. നിഷാദ് കോയ സ്വന്തം കഥയാണ് എഴുതിയിട്ടത്, നിങ്ങളുടെ കഥയല്ല എഴുതിയിട്ടത്. നിഷാദ് കോയ അയാളുടെ കയ്യിലിരുന്ന കഥ പോസ്റ്റായിട്ട് ഇട്ടു, അതിൽ നിങ്ങൾ ഇത്ര ബേജാറാവേണ്ട കാര്യം എന്താണ്? അതല്ലെങ്കിലും നിഷാദ് കോയ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിഷാദ് കോയാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ല. അവർ പറയുന്നത് ഞങ്ങളോട് വന്ന് പറയണം. നിങ്ങൾക്ക് അയാളുടെ കഥ കോപ്പി ചെയ്യാൻ ഒരു നാണവുമില്ലെങ്കിൽ അയാൾ നിങ്ങളോട് വന്ന് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഒരാൾ കഷ്ടപ്പെട്ട് അഹോരാത്രം ഉറക്കം വിളിച്ചാണ് ഒരു കഥ ഉണ്ടാക്കുന്നത്. അതും സിനിമയ്ക്ക് കഥ എഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് കഥ പറയണം, ആ കഥ ഫ്രഷ് ആയിരിക്കണം, ആ കഥ മലയാളികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതേസമയം അതിൽ ക്ലീശകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു കഥ എഴുതിയെടുക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു നോവൽ എഴുതാൻ അതിൽ വളരെ എളുപ്പമാണ്. ഈ 2 ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു നോവൽ എഴുതുക എന്നുള്ളത് വളരെ ഈസിയാണ് കമ്പയർഡ് ടു ഫിലിം റൈറ്റിംഗ്, സ്ക്രീൻ റൈറ്റിംഗ്. കാരണം ഒരു നോവലിന് ഒരു വലിയ ഫ്രെയിം ഉണ്ട്, ആ വലിയ ഫ്രെയിമിൽ നിന്നുകൊണ്ട് എഴുതിയാൽ മതി, നമുക്ക് പരത്തി എഴുതാം, ഒരു പ്രശ്നമില്ല, അത് ഇൻട്രസ്റ്റിംഗ് ആയാൽ മാത്രം മതി. അതേസമയം ഒരു സിനിമയാകുമ്പോൾ ആ 2.5 മണിക്കൂറിൽ നമുക്ക് ആ കഥ പറഞ്ഞ് തീർക്കാൻ പറ്റണം. അപ്പോൾ അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വ്യക്തിയും സിനിമ എഴുതുന്നത്. എന്നിട്ട് അയാളുടെ കഥ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളോട് പറയാത്തത് എന്ത്? നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ 2-3 ലക്ഷം കൊടുത്ത് ഒതുക്കിയേനെ. ഓക്കെ, ഈ നിഷാദ് കോയ നിങ്ങളുടെ അസോസിയേഷനിലെ മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നു ഞങ്ങളോട് പറയാമായിരുന്നു, നിങ്ങളോട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്നു ഞങ്ങളോട് പറയാമായിരുന്നു എന്ന്. ഇതൊന്നുമില്ലാതെ രാപ്പകൽ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി. കഥയും പേര് അവർ വർഷങ്ങളോളം നടക്കുന്നുണ്ടാവാം. അവരുടെ കഥ കേട്ടിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? നല്ലതാണെങ്കിലും നിങ്ങൾ പറയും വേണ്ട, താല്പര്യമില്ല. അതിനുശേഷം അതേ ത്രെഡ് വെച്ച് നിങ്ങൾ നിങ്ങളേതായിട്ട് ഇറക്കും. അവൻ ആരോടാണ് പോയി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? അഥവാ അവൻ കംപ്ലൈൻറ്റിന് പോയാലും ഒന്നുകിൽ അവനെ ഭീഷണിപ്പെടുത്തി ഒതുക്കും, അതല്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് 2-3 ലക്ഷം കൊടുത്ത് ഒതുക്കും. ഈ കഥ കോപ്പി ചെയ്തവൻ 30-50 ലക്ഷമായിരിക്കും വാങ്ങുന്നത്. ഒറിജിനലി അത് ക്രിയേറ്റ് ചെയ്തവൻ 2-3 ലക്ഷം മേടിച്ച് ഒതുങ്ങേണ്ടി വരും. കാരണം അവന്റെ കയ്യിൽ ജീവിക്കാനുള്ള പണമുണ്ടാകില്ല, കോടതിയിൽ കയറി ഇറങ്ങാനുള്ള സമയമോ സമ്പത്തോ ഉണ്ടാവില്ല. സിനിമ എന്നത് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന യുവാക്കളായിരിക്കും മിക്കവരും. അപ്പോൾ അവർക്ക് കോടതിയിൽ കയറി ഇറങ്ങാനോ കോടതിയിലെ വക്കീലന്മാർക്ക് കൊടുക്കാനോ കാശുണ്ടാവില്ല. അപ്പോൾ അവർ 2-3 ലക്ഷം മേടിച്ച് നിശബ്ദരാകും. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ പറയരുത് എന്താണ് ആ കഥയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ചെയ്യേണ്ടതെന്ന്. അത് ഉടമസ്ഥൻ തീരുമാനിച്ചോളും. എൻ്റെ സംഭവം മോഷണം പോയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന്. നിങ്ങളുടെ സിനിമ ഫ്ലോപ്പ് ആയാൽ അയാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ലാതെ നിങ്ങളുടെ പ്രശ്നമാണ്.
നിങ്ങൾ ആ കഥ കോപ്പി ചെയ്യുമ്പോൾ ചിന്തിക്കണമായിരുന്നു, ഇതേപോലൊരു പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്, മറ്റൊരാളുടെ പ്രവൃത്തിയുടെ, മറ്റൊരാളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നതെന്ന്. അതല്ലാതെ ഇത്തരം ഉദ്ദണ്ഡ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കഥ മോഷ്ടിച്ചിട്ട് നിങ്ങൾ ന്യായം പറയരുത്. നിങ്ങൾ മോഷ്ടാക്കളാണ്, അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കുക തന്നെ വേണം. നിങ്ങളുടെ സിനിമ ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങളോട് ആര് പറഞ്ഞു മറ്റൊരാളുടെ കഥ മോഷ്ടിച്ചിട്ട് സ്വന്തം എന്ന പേരിൽ ഇറക്കാൻ? അതല്ലെങ്കിൽ അയാളോട് തന്നെ സംസാരിച്ച്, അയാളും ഒരു ഫെഫ്കയിൽ മെമ്പറായിട്ടുള്ള ഒരു റൈറ്റർ അല്ലേ? ഡിജോ ജോസാനയുടെ ആദ്യത്തെ സിനിമ ക്യൂനും മെക്രാണി എന്നോ മറ്റോ പേരുള്ള ഒരു സിനിമയുടെ കഥയുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്, ഞാൻ വായിച്ചത്. ഈ മെക്രാണി എന്ന സിനിമ ഡ്രോപ്പായി, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ആരോപണങ്ങളോ കോൺട്രവേഴ്സീസോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ജീവിതത്തിലായാലും സിനിമയിലായാലും മോഷണം അത്ര നല്ല കാര്യമല്ല. മോഷണം നടത്തുന്നവരെല്ലാം മോഷ്ടാക്കൾ തന്നെയാണ്. അതിന് വസ്തു ആണെങ്കിലും ഒരാളുടെ ക്രിയേറ്റീവ് ടാലന്റ് ആണെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും